ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ അറിവിൻ്റെ ജാലങ്ങളാണ്. SCERT 5th ചാപ്റ്റർ 7 ആണ്. ഇപ്പോൾ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യുക. ഞാൻ പ്ലേലിസ്റ്റിൽ അതിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? ഓക്കെ, ഫസ്റ്റ് വൺ. കണ്ണിലെ ലെൻസ് നാം കാണുന്ന വസ്തുക്കളുടെ തല കീഴായിട്ടുള്ള പ്രതിബിംബം നമ്മുടെ കണ്ണിലുണ്ടാക്കുന്നു. അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണിലെ ലെൻസ് ഏതാണെന്നുള്ളത് അറിയണം അല്ലേ? ഏതാ കണ്ണിലെ ലെൻസ്? ഏതാ? കോൺവെക്സ് ലെൻസാണ്. പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിലത്തെ ലെൻസ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജാണ് കണ്ണിലുണ്ടാക്കുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. കണ്ണിലെ റെറ്റിനയിലാണ് പ്രതിബിംബം തല കീഴായിട്ട് പതിക്കുന്നത്. അതും ശരിയാണ്. കണ്ണിലെ റെറ്റിനയിലാണ് പ്രതിബിംബം തല കീഴായിട്ട് പതിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. നേത്രനാഡി ഈ പ്രതിബിംബത്തെ നിവർന്നതാക്കി തലച്ചോറിലെത്തിക്കുന്നു. ഇത് ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ? സന്ദേശങ്ങളെ കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തിക്കുന്നതാണ് നേത്രനാഡി. പക്ഷെ നേത്രനാഡി ഈ പ്രതിബിംബത്തെ, അതായത് ഈ ഇമേജിനെ നിവർന്നതാക്കിയിട്ട് തലച്ചോറിൽ എത്തിക്കുന്നില്ല കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. തലച്ചോറ് വസ്തുവിനെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ശ്രദ്ധിക്കുക. ഇത് SCERTയിൽ കൊടുത്തിട്ടുള്ളൊരു ഫിഗറാണ്. ഇപ്പോൾ ഒരു പൂവിനെ നമ്മൾ കാണുകയാണെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കണ്ണാണ്. പൂവിനെ നമ്മൾ കാണുന്ന സമയത്ത് കണ്ടോ, ഈ പൂവിൻ്റെ ഇമേജ് ഇതാണ് റെറ്റിന എന്ന് പറയുന്നത്. ഈ റെറ്റിനയിൽ ഇൻവേർട്ടഡ് ആയിട്ട്, അതായത് തല കീഴായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ഇനി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഈ ഇമേജ് തന്നെ നേത്രനാഡി വഴി എങ്ങോട്ട് പോകുന്നത്? തലച്ചോറിലേക്ക് എത്തുന്നു കേട്ടോ. ഇതേപോലെ തന്നെയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്. അതായത് തല കീഴായിട്ട് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ തലച്ചോറാണ് ഇതിനെ വീണ്ടും നിവർന്നതാക്കിയിട്ട് മാറ്റുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കയാണ് ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി? ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള മൂങ്ങ, സ്രാവ്, അതുപോലെ തന്നെ മരയോന്ത്. ഓക്കെ, ഏതാണ് ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി? സ്രാവാണ്. ഓക്കെ, രണ്ട് ദിശയിലെ കാഴ്ച കാണാൻ സാധിക്കുന്ന ആർക്കാ? രണ്ട് ദിശയിലെ കാഴ്ച ഒരേ സമയത്ത് കാണാൻ പറ്റുന്ന ആർക്കാണ്? മരയോന്തിനാണ്. നമ്മൾ കളിയാക്കിയിട്ടൊക്കെ പറയാറുണ്ട് അല്ലേ? ചിലർ മരയോന്ത് പോലെയൊക്കെ ഇരിക്കുന്നു. അതായത് ഒരേ സമയം തന്നെ രണ്ട് കണ്ണും രണ്ട് ഡയറക്ഷനിൽ പോയിട്ട് രണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ പിറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് മൂങ്ങയ്ക്കാണ്. മൂങ്ങയ്ക്ക് അതിൻ്റെ തല ഒരു 360 ഡിഗ്രിയോളം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറകിലെ കാഴ്ചകളൊക്കെ അതിന് കാണാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരേ സമയത്ത് രണ്ട് കണ്ണും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു കണ്ണ് വേറെ സ്ഥലത്തും മറ്റേ കണ്ണ് മറ്റേ സ്ഥലത്തും അല്ല. രണ്ട് കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതുമൂലമാണ്. ഇതുമൂലമാണോ നിറങ്ങൾ തിരിച്ചറിയുന്നത്? അല്ല, നിറങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് എന്ത് വഴിയാണ്? കോൺ സെൽസ് വഴിയാണ് അല്ലേ? കോൺ സെൽസ് ആണെങ്കിൽ നിറങ്ങൾ നമ്മൾ തിരിച്ചറിയും. റോഡ് സെൽസ് ആണെങ്കിൽ എങ്ങനെയാണ്? മങ്ങിയ വെളിച്ചത്തിലൊക്കെ കാണാൻ സഹായിക്കുന്നതാണ് റോഡ് സെൽസ്. അപ്പോൾ റോഡിൽ നമുക്കിങ്ങനെ ആലോചിക്കാം, റോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. അത് കറക്റ്റാണ്. ഇതുമൂലമാണ് വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമേജ്, ഇതിൻ്റെ ഒരു ഫിഗർ SCERTയിൽ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ഒരു കണ്ണടച്ചിട്ട് ഈ ക്യാപ്പ് ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. എനിക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല, ഇടാനൊക്കെ പറ്റി. അപ്പോൾ ഈ ബൈനോക്കുലർ വിഷൻ മൂലമാണ് വസ്തുക്കളുടെ അകലവും സ്ഥാനവും എന്നിവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടുത്തെ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നത്? 1ഉം 3ഉം ആണ് ശരി അല്ലേ? 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അന്ധരായിട്ടുള്ള ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ശരിയാണ്. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായിട്ടുള്ള ഒരു അലുമിനിയം ദണ്ടാണ് കേട്ടോ. അപ്പം അലുമിനിയം ദണ്ടാണ്, വൈറ്റ് കളറാണ് വൈറ്റ് കെയിൻ, അലുമിനിയം ദണ്ട്. വടിയുടെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടി ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്നത്. ശരിയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇതെല്ലാം വൈറ്റ് കെയിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. അന്ധരായിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏതാ? ബ്രെയിൻ ലിപിയാണ് അല്ലേ? അന്ധരായിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രെയിൻ ലിപിയാണ്. അപ്പം അതിൻ്റെ ഒരു ബോക്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അന്ധരായിട്ടുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി എന്ന് പറയുന്നത്. കട്ടിയായിട്ടുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് ബ്രെയിൽ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ലൂയിസ് ബ്രെയിൽ എന്നുള്ളത് ഓർക്കുക. അടുത്ത് നോക്കാം. ചേരുംപടി ചേർക്കുക. മാച്ച് ദി ഫോളോയിങ് ആണ്. ലൂയിസ് ബ്രെയിൻ ഏതാ വരുന്നത്? ബ്രെയിൻ ലിപിയാണ്. കാഴ്ചശക്തി അറിയാൻ സ്നെല്ലൻ ചാർട്ടാണ്. ഭൂപടങ്ങൾ എംബോയ്സ്ഡ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഈ സ്നെല്ലൻ ചാർട്ട് എന്തായിരുന്നു? നമ്മൾ ഈ ഒപ്തമോളജിസ്റ്റിൻ്റെ അടുത്ത്, അതായത് കണ്ണ് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി കഴിയുമ്പോൾ
അവർ നമ്മുടെ കണ്ണിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, കാഴ്ചശക്തിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ടും കൊണ്ടുവന്ന് കാണിക്കാറുണ്ട് അല്ലേ. പല വ്യത്യസ്ത വലുപ്പത്തിലും അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉള്ളൊരു ചാർട്ടാണ്. 7 വരികളൊക്കെ ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ഒരു 6 മീറ്റർ അകലെ നിന്നിട്ട് ഇത് വായിക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ കാഴ്ചശക്തിയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചൊക്കെ 7 വരികളായിട്ട് 6 മീറ്റർ ഡിസ്റ്റൻസ് ആണ്, അകലെ നിന്നിട്ടാണ് നമ്മളിതെല്ലാം വായിക്കേണ്ടത്. അടുത്ത് നോക്കാം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ല. കറക്റ്റാണ്. പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയല്ലേ. ഏതാണ് ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കയറാം. പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ചിട്ട് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. അതായത് അവർക്ക് ബാഹ്യകർണം ഇല്ല, പക്ഷേ ആന്തരകർണം ഉപയോഗിച്ചിട്ടാണ് അവർ ഈ നേരിയ ചലനങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. നമ്മൾ പറയാറില്ലേ, ഈ നടന്നു പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വെറുതെ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാമ്പിന് കേൾക്കാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു വടിയൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ കാരണം പാമ്പിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അവിടെ നിന്ന് മാറിക്കോളും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു കേട്ടോ. ഇത് SCERT-യിൽ കൊടുത്തിട്ടുള്ളൊരു ഫിഗറാണ് നാവിൻ്റെ. അപ്പോൾ രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവം നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ, നാവാണ്. അതുപോലെ തന്നെ നാവിൽ മധുരം അനുഭവപ്പെടുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? നാവിൻ്റെ അഗ്രത്ത്, അതായത് തുമ്പത്താണെന്നുള്ളത് ഓർക്കുക കേട്ടോ. പിന്നെ ഉപ്പും പുളിയൊക്കെ ഉണ്ടല്ലോ കണ്ടോ, ഇതൊക്കെ ഈ ഒരു സൈഡിൽ ഒരു ബോർഡർ പോലെയല്ലേ വന്നിട്ടില്ലേ. ഉപ്പ് പുളി എന്നിവ അനുഭവപ്പെടുന്ന നാവിൻ്റെ വശങ്ങളിലാണ് ഉപ്പും പുളിയൊക്കെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കയ്പ്പ് അനുഭവപ്പെടുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാവിൻ്റെ ഈ ഒരു ഉൾഭാഗത്താണെന്നുള്ളത് ഓർക്കുക കേട്ടോ. കയ്പ്പ് ഉൾഭാഗത്ത്. അപ്പോൾ നമുക്കിങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ കയ്പേറിയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ കയ്പ്പ് ഉൾഭാഗത്ത്. പുളിയും ഉപ്പും എവിടെയാണ്? ഇരുവശങ്ങളിലുണ്ടെന്ന് ഓർക്കുക. മധുരം എപ്പോഴും നമ്മുടെ ടിപ്പിലായിരിക്കും, നാവിൻ്റെ തുമ്പത്തായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. കയ്പുള്ള ഗുളികകൾ നാവിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്? എവിടെയായിരിക്കും? നാവിൻ്റെ നടുഭാഗത്ത്. കാരണം ഉൾഭാഗത്ത് അല്ലെങ്കിൽ നടുഭാഗത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കയ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് നാവിൻ്റെ നടുഭാഗത്തായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. മനുഷ്യനുള്ള ജ്ഞാനേന്ദ്രിയങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 5 എണ്ണമാണെന്നുള്ളത്. ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.